ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे कृष्ण तुदीय पद पंकज पंजरांधम अद्वैव मे विशतु मानस राजहंसा प्राण प्रयाण समये कफवात भित्ते कंठावरोधन विधौ स्मरणं कुतस्ते गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. സോ നമ്മളിന്ന് മുകുന്ദമാല സ്തോത്രം 41ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നാരായണായ മമ ഇതി അമും ഏവ മന്ത്രം സംസാര ഘോര വിഷ നിഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോനുരാഗാദ് ഉച്ചൈസ്തരാം ഉപദിശാമി അഹം ഊർധ്വബാഹു. നാരായണായ നമ ഇതി അമും ഏവ മന്ത്രം സംസാര ഘോര വിഷ നിഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോനുരാഗാദ് ഉച്ചൈസ്തരാം ഉപദിശാമി അഹം ഊർധ്വബാഹു. ഹരേ കൃഷ്ണ. കവിരൂപ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നാരായണായ നമ ഇതി അമും ഏവ മന്ത്രം സംസാര ഘോര വിഷ നിർഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോ അനുരാഗാത് ഉച്ചൈസ്തരാം ഉപദിശാമി അഹം ഊർധ്വബാഹു. ഹരി ബോൾ. ഓക്കെ, സുഭാഷിണി മാതാജി. ഹരേ കൃഷ്ണ. നാരായണായ നമ ഇതി അമുമേവ മന്ത്രം സംസാര ഘോര വിഷനിർഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോനുരാഗാത് ഉച്ചൈസ്തരാം ഉപദിശാമി അഹമൂർധ്വബാഹു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സൗമ്യരൂപ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നാരായണായ നമ ഇതി അമും ഏവ മന്ത്രം സംസാര ഘോര വിഷ നിർഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോനുരാഗാത് ഉച്ചൈസ്തരാമുപദിശാമി അഹം ഊർധ്വബാഹു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഓക്കെ, പിന്നെ നിഷ മാതാജി. ഹരേ കൃഷ്ണ. നാരായണ നമ ഇതി അമുമേവ മന്ത്രം സംസാര ഘോര വിഷനിർഹരണായ നിത്യം ശൃണ്വന്തു ഭവ്യമദയോ യദയോനുരാഗാത് ഉച്ചൈസ്തരാം ഉപദിശാമി അഹമൂർധ്വബാഹു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. മലയാളത്തിലെ വിവർത്തനം വായിക്കും. ഞാൻ രണ്ടു കൈകളും ഉയർത്തി ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, ഭൗതിക ജീവിതത്തിന്റെ ഘോരവും വിഷലിപ്തവുമായ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം സദാ ശ്രവിക്കുന്നതിനുള്ള സദ്ബുദ്ധി ഉണ്ടാകണം. Hari Bol. Raising my arms, I utter this compassionate advice as loudly as I can. If those in the renounced order want to be delivered from the terrible
poisonous condition of material life, they should have the good sense to constantly hear the mantra Om Namo Narayanaya. അപ്പൊ കുലശേഖര ആൾവാർ പറയുന്നത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഉച്ചരിക്കണമെങ്കിൽ എന്താണ്? നല്ല ബുദ്ധി വേണം, ഗുഡ് സെൻസ്, അത് ഒരു ക്വാളിറ്റി. പിന്നെ റിനൗൺസ് ഓർഡർ, റിനൗൺഷ്യൻ ആയിരിക്കണം, വൈരാഗി ആയിരിക്കണം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്തുകൊണ്ട് പറഞ്ഞില്ല ഇവിടെ? എന്തുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് മാത്രം പറഞ്ഞത്? നമുക്കറിയാം കലികാലത്തില് എന്താണ്, ഏത് മന്ത്രമാണ് കലികാലത്തിലെ ഏത് മന്ത്രമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഇവിടെ കുലശേഖർ ആൾവാർ പറയുന്നത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലാണ്. എന്തുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തില്ല? ചൈതന്യ മഹാപ്രഭു അല്ലേ ഹരേ കൃഷ്ണ? ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നു തീർച്ചയായിട്ടും. പക്ഷെ അന്നും കലിസന്ധരണ ഉപനിഷത്തിൽ ഈ മന്ത്രമുണ്ട്, മറ്റു പുരാണങ്ങളിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും മന്ത്രമുണ്ട്. ഈ അല്ലെ, കുലശേഖര ആൾവാരും കലിയുഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ആഭരണല്ലേ കുലശേഖര ആൾവാർ? അതുകൊണ്ടാണോ പ്രഭു വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? അല്ല, അതല്ല. അറിയില്ല പ്രഭു. ഓക്കെ, ഇവിടെ എന്താണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദോസ് ഇൻ ദ റിനൗൺസ് ഓർഡർ വാണ്ട് ടു ബി ഡെലിവേർഡ് ഫ്രം ദ ടെറിബിൾ പോയ്സണസ് കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽ ലൈഫ്. അപ്പൊ ഇത് പ്രത്യേകം ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രം ചൊല്ലാൻ ആർക്കാണ് യോഗ്യത? റിനൗൺസ് ഓർഡർ ഓഫ് ലൈഫിൽ ഉള്ള ആൾക്കാർക്ക്. പിന്നെന്താണ്? they should have the good sense to constantly hear the mantra, constantly. അത് കലികാലത്തിൽ ഉണ്ടോ? നമ്മൾ റിനൗൺസ് ഓർഡറിലല്ല, നമ്മൾ സദാസമയം ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നില്ല, സ്മരിക്കുന്നില്ല, ഇല്ല, ശ്രവിക്കുന്നില്ല. അപ്പോ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കണമെങ്കിൽ എന്താണ്? ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ. നമുക്ക് കലിയുഗത്തിൽ, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്, ഇനി വരുന്ന കലികാലത്തിന്റെ ബാക്കിയുള്ള സമയത്തും നമുക്ക് യാതൊരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു നമുക്ക് ശരിക്കുള്ള ഹരേ കൃഷ്ണ മന്ത്രം തന്നു. അത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇല്ലാണ്ട്, യാതൊരു യമനിയമങ്ങളും ഫോളോ ചെയ്യാതെ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള ആ യോഗ്യത നമുക്ക് ഉണ്ടാക്കി തന്നു. ഓം നമോ നാരായണായ എന്നുള്ളത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അത് ചൊല്ലാൻ പാടും. നമുക്കത് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ആർക്കും ചൊല്ലാൻ പറ്റില്ല. ഈ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതെല്ലാം വേദിക് മന്ത്രങ്ങളാണ്. പിന്നെ ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഫ്രീ ആയിട്ട് തന്നത്. അതിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി തന്നത്. അവിടെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല, നമ്മൾ റെനൗൺസ് ഓർഡറിലായിരിക്കണം, അതേപോലെ നമ്മൾ സദാസമയം ഇത് ഉച്ചരിക്കണം അല്ലെങ്കിൽ ശ്രവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോ നമുക്ക് തോന്നുന്നു അപ്പോ, അത് ഏത് പരിസ്ഥിതിയിലും നമുക്ക് ചെല്ലാം. അപ്പൊ ഈ മന്ത്രങ്ങളുടെ വ്യത്യാസം മനസ്സിലായോ? ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതിന് മഹാമന്ത്രം പറയാൻ തന്നെ കാരണം അതിന് യാതൊരു നിബന്ധനകളും ഇല്ല. ഏത് സമയത്തും എവിടെ വെച്ചിട്ടും ആർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു കലിയുഗത്തിലെ മന്ത്രമാണ് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്, ഇഫ് ദോസ് ഇൻ ദ റിനൗൺസ് ഓർഡർ. റിനൗൺസ് ഓർഡറിലായിരിക്കണം. നമ്മൾ റിനൗൺസ് ഓർഡറിലാണോ? അല്ല. അപ്പൊ ആർക്കും ഏത് സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രം ഹരേ കൃഷ്ണ മന്ത്രം. പിന്നെ അതും നമുക്ക് 24 മണിക്കൂറും ചൊല്ലാൻ പറ്റുമോ? ശ്രമിക്കാൻ പറ്റുമോ? ഇല്ല. കോൺസ്റ്റന്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെത് മഹത്വം.
നമ്മള് വൃന്ദാവനിൽ പോയാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന ഒരു കാര്യം. നവദ്വീപിൽ പോയാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യണം. അതേപോലെ ജഗന്നാഥ്പുരിയിൽ പോയാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യണം. എന്താണ് അറിയുക ആർക്കെങ്കിലും? വൃന്ദാവന് ചെന്ന ഉടനെ അല്ലെങ്കിൽ ചെന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും ആ കാര്യം ചെയ്യണം. നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്മളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. എന്താണ് ചെയ്യുക? നമസ്കരിക്കുകയാണോ പ്രഭു? ധാമിലെത്തിയിട്ട് താമസിക്കൽ എല്ലാ ദിക്കിലും നമസ്കരിക്കും, അതല്ലാതെ സ്ഥലത്തും ധാമിലും നമസ്കരിക്കും. അതല്ലാണ്ട് ഒരു കാര്യമുണ്ട് മറ്റ് ധാമില് സാധാരണ ചെയ്യാത്തത്. ഇതിന് പ്രത്യേകതയുണ്ട് വൃന്ദാവനില്. രമൺ രീതിയിൽ പോയാൽ എന്താ ചെയ്യാ? ആ മണലിൽ കിടന്ന് ഉരുളും. ആ വ്രജരജില് കടന്നു ഉരുളണം. ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവോഷണൽ ആക്ടിവിറ്റിയാണ്. കാരണം എത്രയോ ഭഗവാന്റെയും എത്രയോ ഭക്തന്മാരുടെയും അവിടെ പാദധൂളി അതിൽ കടന്നു ഉരുളും. ഓക്കെ, അത് അവിടുത്തെ ഇമ്പോർട്ടൻസ്. മായാപൂരിൽ പോയാൽ എന്താ ചെയ്യാ? രണ്ട് കൈയും ഉയർത്തിയിട്ട് ഹരിനാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. രണ്ട് കൈയും ഉയർത്തുന്നതിന്റെ എന്താണ് അതിന്റെ സിംബോളിക് മീനിങ്? ടോട്ടലി സറണ്ടർ, ആത്മസമർപ്പണം, ഫുൾ. ഒരാൾ തോക്ക് വെച്ചിട്ട് നമ്മുടെ നെറ്റിൽ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ? സറണ്ടർ, പ്ലീസ് ഒന്നും ചെയ്യരുതേ, ടോട്ടൽ ആത്മസമർപ്പണം. പിന്നെ ടോട്ടൽ സറണ്ടർ. അപ്പോ മായാപൂരില് നാമസങ്കീർത്തനം ചൈതന്യ മഹാപ്രഭു പറയുന്നു. ജഗന്നാഥ്പുരിയിലോ? പ്രസാദം കഴിക്കും. പ്രസാദം കഴിക്കും. അവിടെ ചെന്നാൽ ഭഗവാന്റെ പ്രസാദം കഴിക്കും. ഇതെല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്യും അല്ലേ? അപ്പോ കലികാലത്തില് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അത് ചൈതന്യ മഹാപ്രഭു തന്നാണ്. അതിനു മുമ്പ് ആരും തന്നിട്ടില്ല. അതിനെ ഫേമസ് ആക്കിയത്, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ ഫേമസ് ആക്കിയത് ചൈതന്യ മഹാപ്രഭുവാണ്. So raising my arms, I utter this compassionate advice as loudly as I can. If those in the renounced order want to be delivered from the terrible poisonous condition of material life, they should have the good sense to constantly hear the mantra Om Namo Narayana. King Kulashekara addresses this verse to those who are renounced and also intelligent. ഉണ്ടോ? അവർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്ക് ചൈതന്യ മഹാപ്രഭു വളരെ സിമ്പിൾ ആയിട്ടുള്ള, കാരണം നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു അറിയാം നമ്മുടെ സ്ഥിതി എന്താണ്. എന്താണ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രായൻ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രത. അപ്പൊ അങ്ങനത്തെ പ്രായം കൊണ്ട് നമുക്ക് ആയുസ് വളരെ കുറവാണ്. ആയുസ് കൊണ്ട് നമ്മളുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ് അല്ലേ? നമ്മൾക്ക് ബുദ്ധി കുറവാണ്, നമുക്ക് ഭാഗ്യമില്ല, എപ്പോഴും ഉപദ്രത, എപ്പോഴും ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, മടിയന്മാരാണ്. അപ്പൊ ഈ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് മഹാപ്രഭു നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മഹാമന്ത്രം, യാതൊരു കണ്ടീഷനും ഇല്ലാണ്ട്, യാതൊരു നിബന്ധനകളും ഇല്ലാതെ ഉള്ള ആ മഹാമന്ത്രം നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ King Kulashekara addresses this verse to those who are renounced and also intelligent. ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞത്? ആരാണ് ഇന്റലിജന്റ് കലികാലത്തില്? ഏത് ശ്ലോകമാണ്? ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും കലികാലത്തില്? ചൈതന്യ മഹാപ്രഭു അല്ല, ശ്രീമദ് ഭാഗവതത്തില്. ശ്രീമദ് ഭാഗവതത്തില് ഒരു ശ്ലോകമുണ്ട്, കലികാലത്തിലെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാര് എന്ത് നാമസങ്കീർത്തനം ചെയ്യും? ഏത് ശ്ലോകമാണ്? ശ്രീകൃഷ്ണാദി അങ്ങനെ എന്താ? ശ്രീകൃഷ്ണാദി എനിക്കറിയില്ല, അതാ തുടക്കം തോന്നുന്നു. കൃഷ്ണവർണം ത്യുസാ കൃഷ്ണം സങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തീഹി സുമേധസാ.
Ejanti hi sumedasa. Very intelligent people take up the process of chanting Hare Krishna mantra in the age of Kali. That is Krishna Varnam Tyusa Akrishnam. Krishna Varnam എന്ന് പറഞ്ഞാൽ repeating the syllables of Krishna or repeating the holy names of Krishna. Tyusa Akrishnam, who Chaitanya Mahaprabhu is appearing, is going to appear, whose complexion is not that of Krishna, not blackish, but golden. And how he has come, എങ്ങനെ വന്നിരിക്കുന്നത് ഈ ഭൂമിയിലേക്ക്? സംഘ, ഉപാംഗ, അസ്ത്ര, പാർഷദം, ഇവരെല്ലാം കൂടിയിട്ട് ഒരു അസോസിയേഷൻ, അസോസിയേറ്റ്സ്, ക്ലോസ് അസോസിയേറ്റ്സ്, കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സ്, സെർവൻസ്. ഓക്കെ, പിന്നെ അസ്ത്രം എന്ത് അസ്ത്രം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അപ്പോ ഇതും ഈ പ്രോസസ് ഏറ്റെടുക്കുന്ന ആൾക്കാരും ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്ന ആ പ്രോസസ്സ്, നാമസങ്കീർത്തനം, അത് അറിയിക്കണം സുമേധസ, വളരെ ഇന്റലിജന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ആ ഒരു ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ചൊല്ലാൻ പറ്റില്ല. Okay, so as for renunciation, it is the basis of advancement on the path of yoga. As for renunciation, it is the basis of advancement on the path of. അപ്പോൾ നമ്മൾ വൈരാഗികളായി മാത്രമേ നമുക്ക് ആ യോഗ ലാഡറിൽ യോഗ ഭഗവാനായിട്ടുള്ള ഒരു ലിങ്കിങ് ഓർ കണക്ഷൻ ഓർ യൂണിയൻ, അതിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ചെയ്യാൻ പറ്റും. In the Bhagavad Gita 6.2, Lord Krishna says, what is called renunciation is the same as yoga or linking oneself with the Supreme. For no one can become a yogi unless he renounces the desires for sense gratification. എന്താണ് പറയുന്നത്? യം സന്യാസം ഇതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. What is called renunciation, you should know to be the same as yoga or linking oneself with the Supreme. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. In Kulashekara's verse, the word yataya translated as members of the renounced order. Members of the renounced order. Refers not only to those who have formally accepted the sannyasa or mendicant order, but to all those who have embraced the true spirit of renunciation. Krishna defines sannyasa as follows: one who is unattached to the fruits of his work and who works as he is obligated in the renounced order of life and is the true mystic, not he who lights no fire and performs no work. 6.1. In other words, anyone who works solely for the pleasure of Krishna without a tinge of self-interest has attained true renunciation. അപ്പോൾ ട്രൂ റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഏത് ആശ്രമത്തിലായാലും ശരി, സന്യാസാശ്രമം സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഗൃഹസ്ഥ ആശ്രമത്തിൽ ഇരുന്നിട്ടും നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താം, ഈശ്വര സാക്ഷാത്കാരം നേടാം. അതിന് യാതൊരു നിബന്ധനകളും ഇല്ല. സന്യാസി പറഞ്ഞാൽ അവര് ഈ ലോകത്തോട് വൈരാഗ്യം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ഗൃഹസ്ഥാശ്രമോ ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ടും നമുക്ക് ഭഗവത് സേവനം ചെയ്യാം, ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാണ് പറയുന്നത്. So intelligence is also required to perform devotional service, especially to take up the chanting of holy name. As Karabhajan Muni says to King Nimi in the Srimad Bhagavatam. ആരാണ് Karabhajan Muni?
ഉം? നവയോഗീന്ദ്രന്മാരിൽ ഒരാളാണോ Yes. പ്രഭു? നവയോഗീന്ദ്രന്മാരിൽ ഒരാളാണ്. ആരാണ് നവയോഗീന്ദ്രന്മാര്? ഭരത മഹാരാജാവാണ് ആദ്യത്തെ അല്ലേ പ്രഭു? ആരുടെ മക്കളാണ് അവര്? ഉം, ഋഷഭദേവൻ. ഓർമ്മ വരുന്നില്ല. ഋഷഭദേവൻ. ഋഷഭദേവൻ. അതെ. ഋഷഭദേവന്റെ 100 മക്കളില് 9 പേര് നവയോഗീന്ദ്രന്മാരായിട്ട് അവര് ആർക്കാണ് ഈ ഉപദേശം കൊടുക്കുന്നത്? നിമി മഹാരാജാവിന്. അപ്പൊ കരഭാജന മുനിയാണ് പറയുന്നത് കിങ് നിമിയോട് എന്താണ് പറയുന്നത്? കൃഷ്ണവർണം ത്യുസാ കൃഷ്ണം സംഗോപാഗാസ്ത്ര പാർഷദം യജ്ഞേർ സങ്കീർത്തന പ്രായേർ യജന്തീ സുമേധസ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ശ്ലോകം. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതം എപ്പോൾ രചിച്ചിരിക്കുന്നു? എത്ര വർഷം മുമ്പെയാണ്? ശ്രീമദ് ഭാഗവതം എപ്പോഴാണ് രചിച്ചിരിക്കുന്ന വ്യാസദേവൻ? എത്ര വർഷം മുമ്പെയാണ്? 5000 വർഷം. 5000 വർഷം മുമ്പ്, ഏകദേശം 5000 വർഷം മുമ്പ്. ഇത് വരാൻ പോകുന്ന, ഭവിഷ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അവതാരത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോ കരഭാജന മുനി നിമി മഹാരാജൻ പറയാണ്, സത്യയുഗത്തില് ഭഗവാൻ എന്തെല്ലാം നാമങ്ങൾ അവതരിക്കും, ത്രേതായുഗത്തിൽ ഏതെല്ലാം നാമങ്ങളിലും ഏതെല്ലാം വർണ്ണത്തിലും അഭിനയിക്കും. ഓക്കെ, ദ്വാപരയുഗത്തില് ഭഗവാൻ ഏതെല്ലാം നാമങ്ങൾ അവതരിക്കും. കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കുന്നില്ല. ഉണ്ടോ? നാമരൂപേണ. യെസ്. പക്ഷെ ഫിസിക്കലായിട്ട് നാമരൂപേണുണ്ട്, അതറിയാം. പക്ഷെ ഭഗവാൻ ഫിസിക്കലായിട്ട് അവതരിക്കുന്നുണ്ടോ? കൽക്കിയായിട്ട് വരുന്ന ചൈതന്യ പറയുന്നത്. മഹാപ്രഭു. ഓക്കെ, സുഭാഷിണി മാതാജി പറഞ്ഞു കൽക്കിയായിട്ട് വരുന്നു. നിഷ മാതാജി പറഞ്ഞു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ തന്നെയല്ലേ പ്രഭുജി? ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ സുഭാഷി മാതാജി? കലിയുഗ അവതാരമായിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ തന്നെ വന്നതാണ്. കലിയുഗത്തിൽ കൽക്കി അവതാരം എടുക്കുന്നത് പറയുന്നില്ലേ പ്രഭു? ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ അവതരിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? യഥാ യഥാ ഹി പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. എല്ലാ യുഗത്തിലും, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഭഗവാൻ ഫിസിക്കലായിട്ട് ഇവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ? കലിയുഗത്തിൽ എവിടെയാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ കൽകി ചെയ്യുന്നത്? ബാക്കി 2 കാര്യം ചെയ്യുന്നു. ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അവസാനത്തിലേ വരുള്ളൂ, വന്നിട്ടില്ല ഇതുവരെ. അപ്പോ കൽകിയെ ഈ അവതാരത്തിൽ, അതായത് യുഗ അവതാരത്തിൽ കൂട്ടുന്നില്ല. ആ കലിയുഗത്തിലാണ്, അവസാനത്തിലാണ് അവതരിക്കുന്നെങ്കിലും കൂടിയിട്ട് യുഗാവതാരമായിട്ട് കൂട്ടുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നില്ല. മിസ്ക്രിയൻസിനെ വധിക്കുന്നു, കുറച്ച് ബാക്കിയുള്ള ഡിവോട്ടീസിനെ സേവ് ചെയ്യുന്നു. അത് ചെയ്യുന്നു, ലാസ്റ്റ് അവരെ ഉദ്ധരിക്കുന്നു. പക്ഷെ ധർമ്മ സംസ്ഥാപനം അവിടെ ചെയ്യുന്നില്ല. അതേപോലെ ചൈതന്യ മഹാപ്രഭു ചന്നവതാരമാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ച് നമുക്കറിയാം. എത്ര പേർക്ക് അറിയാം ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് അവതാരം? ഹിഡൻ അവതാരമാണ് അല്ലേ? അതുകൊണ്ട് അതും കൂട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു പേരുണ്ട്. എന്താ പേര്? 3 യുഗത്തില് അവതരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ത്രിയുഗ. 4 യുഗമുണ്ട്, പക്ഷേ ഭഗവാന്റെ പേര് ത്രിയുഗ. 3 യുഗത്തിൽ അവതരിക്കുന്നു. മറ്റേതില് ചൈതന്യ മഹാപ്രഭു അവതരിക്കണ്ട, എല്ലാവർക്കും അറിയില്ല. ഹിഡൻ അവതാരമാണ്. നമുക്ക് മാത്രമേ അറിയുള്ളൂ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം വെച്ചാൽ അത് ഓപ്പൺലി അത് ഉദ്ഘോഷിച്ചിട്ടില്ല. അത് നമ്മുടെ ആചാര്യന്മാരുടെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്ന് അറിയുന്നത്. കാരണം വെച്ചാൽ
എല്ലാ ശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്നും അതിന്റെ റിലവൻറ്റ് വേഴ്സസ് നമുക്ക് കാണിച്ചു തന്ന് ചൈതന്യ മഹാപ്രഭു അവതാരിയാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ത്രിയുഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൃഷ്ണവർണം ത്വിസ അകൃഷ്ണം. അപ്പൊ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ട് കൃഷ്ണവർണം വർണ്ണിക്കുക, കൃഷ്ണൻ എന്നുള്ള ആ പേര് വർണ്ണിക്കുക. എങ്ങനെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉച്ചത്തിൽ ചൊല്ലി ഭഗവാനെ സ്തുതിക്കുക. ആ അവതാരം എങ്ങനെയായിരിക്കും? ത്വിസ അകൃഷ്ണമായിരിക്കും. ത്വിസ എന്ന് പറഞ്ഞാൽ കോംപ്ലക്ഷൻ, അകൃഷ്ണം പറഞ്ഞാൽ നോട്ട് ബ്ലാക്കിഷ്, നോട്ട് ഡാർക്ക് ബ്ലാക്കിഷ്. പിന്നെ എങ്ങനെ വരുന്നു ആ അവതാരം? സംഘ ഉപാംഗ അസ്ത്ര പാർശ്വതം എന്നാണ് പറയുന്നത്. In this age of Kali, intelligent persons perform congregational chanting of the holy names of God to worship the incarnation of Godhead, who constantly sings the names of Krishna. Although his complexion is not blackish, is Krishna himself is accompanied by his associates, servants, weapons, and confidential companions. So, ഇത് ഭവിഷ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വ്യാസദേവൻ എഴുതിയതാണ്. ആര് പറഞ്ഞതായിട്ട്? കരഭാജന മുനി നിമിയോട് പറഞ്ഞതായിട്ട്. അപ്പൊ ഇതെന്ന് നമ്മൾക്ക് ഡയറക്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ചൈതന്യ മഹാപ്രഭു. ഇത് ആരാണ് നമുക്ക് സഹായിച്ചത്? ആചാര്യന്മാര് അല്ലെ? രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, ചൈതന്യ മഹാപ്രഭു, ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണത്. അതുകൊണ്ടാണ് നമുക്കറിയുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. അതേപോലെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അഥർവവേദത്തിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ആയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ അവതാരത്തിനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ നമുക്കറിയില്ല. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതം നമ്മളുടെ വൈഷ്ണവ ആ ട്രഡീഷനിൽ വായിക്കുന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സാവാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സാവില്ല അത് ആരെ ഉദ്ദേശിക്കുന്നത്. കാണിച്ചാൽ ഈ സിംറ്റംസും ഇതെല്ലാം ആർക്കാണ്? ചൈതന്യ മഹാപ്രഭു. ഓക്കെ, ഇനി ഇത് ഇതിന് ഡയറക്റ്റ് മീനിങ് ഇല്ല, സമ്മതിക്കാം. ചിലർക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ പിന്നെ ആർഗ്യൂ ചെയ്യാം. പക്ഷെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. മായാപൂരില് സച്ചിസുധനായിട്ട്, ജഗന്നാഥ് മിശ്ര മകനായിട്ട്, എന്ന സമയത്ത്, ഇതെല്ലാം വളരെ ഡയറക്റ്റ് ചൈതന്യ എന്നുള്ള പേരോടുകൂടി അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സംശയത്തിന് യാതൊരു വഴിയില്ല അവിടെ. അത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒക്കെ ശാസ്ത്രങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഹി ഈസ് അക്കമ്പനീഡ് ബൈ അസോസിയേറ്റ്, സെർവൻസ്, വെപ്പൺസ് ആൻഡ് കോൺഫിഡൻഷ്യൽ കമ്പനി. ഈവൻ ഗർഗമുനി ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച സമയത്ത് ഹോറോസ്കോപ്പ് നോക്കിയ സമയത്ത് നന്ദ മഹാരാജനോടും യശോദമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടി ഇതിനു മുമ്പ് ഏതൊക്കെ കളറിൽ ജനിച്ചു പറഞ്ഞു? വൈറ്റ്, റെഡ്, യെല്ലോ. ഇപ്പോ ബ്ലാക്ക് ആയിട്ട് ജനിച്ചിരിക്കുന്നു. ഇത് സ്വയം നാരായണനാണ് അല്ലേ? അപ്പൊ ഈ കുട്ടി വൈറ്റ് കളറിൽ ജനിച്ചിട്ടുണ്ട്, റെഡ് കളറിൽ ജനിച്ചിട്ടുണ്ട്, അതേപോലെ പീത യെല്ലോ കളറിൽ ജനിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ അതേ വ്യക്തി തന്നെ ഡാർക്ക് കോംപ്ലക്ഷൻ, ബ്ലാക്കിഷ് കോംപ്ലക്ഷനിൽ ജനിച്ചിട്ടുണ്ട് എന്ന് ഗർഗമുനി അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൊ ഒരു ചോദ്യം, വൈറ്റ്, റെഡ് നമുക്കറിയാം, സത്യയുഗം, ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം ബ്ലാക്ക്, പിന്നെയാണ് കലിയുഗം വരുന്നത്. അപ്പോ വൈറ്റ് പീത ദാറ്റ് ഈസ് യെല്ലോ കളറിൽ വരാൻ പോകുന്നുള്ളൂ. പിന്നെ എന്താണ് ജനിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം? 3 കളറിൽ ജനിച്ചു എന്നാ പറയണത്. യെല്ലോ ചൈതന്യ മഹാപ്രഭു ജനിച്ചിട്ടില്ല. അപ്പോ ചൈതന്യ മഹാപ്രഭു വരാൻ പോകുന്നുള്ളൂ. ആ ചോദ്യം ചോദിക്കില്ലേ? ഓരോ ചോദ്യം യുഗങ്ങള് റിപ്പീറ്റ് ചെയ്തു. ഇത് ഒരു യുഗ സൈക്കിൾ മാത്രല്ല, എത്രയോ യുഗ സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ ഓരോ കൽപ്പത്തിലും ഈ അവതാരം നടന്നിട്ടുണ്ട്. അവന് മുമ്പും ജനിച്ചിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു. ഇത് ആദ്യമായിട്ടല്ല. ഈ മഹായുഗത്തിൽ അല്ലെങ്കിൽ ചതുർയുഗത്തില് വരാൻ പോകുന്നുള്ളൂ. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസ് ഇതിന് മുമ്പത്തുള്ള കൽപ്പത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനിച്ചു എന്ന് പറഞ്ഞു.
ഇവിടെ കറവാചന മുനി പറയുന്നത് എന്താണ്? വരുന്ന കലിയുഗത്തിനെ പറ്റിയിട്ടാണ്. ജനിക്കാൻ പോകുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ആ. ചോദിക്കട്ടെ. ആ. വേറെ യുഗങ്ങളിൽ ഇതുപോലെ തന്നെ ആയിരിക്കും? പേരൻസ് ഒക്കെ കൃഷ്ണയുടെ ഒക്കെ സെയിം തന്നെയാണോ? വേറെ യുഗങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും എല്ലാ യുഗത്തിലും വരില്ല. കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും എല്ലാ യുഗ സൈക്കിളിലും വരില്ല. എത്ര യുഗ സൈക്കിളിന്റെ 1000 യുഗ സൈക്കിളിന്റെ ഒരു ഡേ 12 മണിക്കൂർ. പിന്നത്തെ യുഗ സൈക്കിളിലാണ്. അപ്പൊ ആ 1000 യുഗ സൈക്കിളിൽ ഒരു പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും അവതരിക്കുള്ളൂ. അതേപോലെ പിന്നത്തെ യുഗ സൈക്കിൾ 1000 യുഗ സൈക്കിൾ കൂടുമ്പോൾ ഒരു കൽപ്പ. അപ്പോഴേ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും ഒരു പ്രാവശ്യം അവതരിക്കുള്ളൂ. ബാക്കി എല്ലാ അവതാരങ്ങളും വന്നും പോയിക്കൊണ്ടിരിക്കും. രാമനും എന്താ പറയാ വാമന, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഇതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും വൺസ് ഇൻ എ ഡേ ബ്രഹ്മ. ഓക്കെ, ക്ലിയർ ആയോ മാതാജി? അപ്പൊ ഇതേ ലീലകള് സെയിം ആയിരിക്കും പ്രഭു? ലീലകള് സെയിം ആയിരിക്കും മിക്കതും, പക്ഷെ ഡീറ്റെയിൽസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായി പ്രഭു. ലീലകളുടെ ഡീറ്റെയിൽസ് ഇല്ലേ, പർപ്പസും കാര്യങ്ങളൊക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. So intelligence is not gauged by IQ examinations, but by the ability to distinguish the permanent from the temporary, the true from the false, the good from the bad, and to act on that understanding. അപ്പൊ നമ്മളുടെ മെറ്റീരിയൽ ഇന്റലിജൻസ് പറഞ്ഞ എന്താണ്? IQ അല്ലെ? പിന്നെ അതിന്റെ മീതെ പോയാൽ EQ അല്ലെ? അതിന്റെ മീതെ ഇവർക്ക് അറിയില്ല. സ്പിരിച്വൽ കോഷ്യന്റ് SQ ഉണ്ട്. അപ്പോൾ IQ EQ ഒക്കെ നമ്മൾ മെറ്റീരിയലായിട്ട് പറയാം. പക്ഷെ നമ്മളുടെ ഒരു ഫിലോസഫി എന്താണ്? അത് അളക്കുന്നത് നമ്മളുടെ സ്പിരിച്വൽ നോളജിന്റെ അനുസരിച്ച്. അത് SQ, സ്പിരിച്വൽ കോഷ്യന്റ്. ഓക്കെ, അപ്പൊ അതെന്താണ്? അതായത് ഡിസ്റ്റിങ്വിഷിങ് ദ പെർമനന്റ് ഫ്രം ദ ടെമ്പററി. അത് മനസ്സിലാക്കുക. എന്താണ് ടെമ്പററി, എന്താണ് പെർമനന്റ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത. ഇത് മനസ്സിലാക്കണമെങ്കിൽ സ്പിരിച്വലായിട്ട് നമ്മൾ എലിവേറ്റഡ് ആയിരിക്കണം. അല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ വൺ ക്യാൻ അക്വയർ സച്ച് genuine intelligence only by hearing from a bona fide spiritual master and the authorized Vaishnava scriptures. അപ്പൊ ഈ SQ, ഈ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എപ്പോഴാണോ ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററിനെ സ്വീകരിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ശാസ്ത്രം, ഗുരു സാധു ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത്, അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. Then one will have the good sense to sacrifice immediate temporary sense pleasures. Prayers, ശ്രേയസ് and prayers. പ്രേയസ് പറഞ്ഞാൽ മെറ്റീരിയൽ ഹാങ്കറിങ്, ശ്രേയസ് പറഞ്ഞാൽ സ്പിരിച്വൽ. അപ്പൊ ഈ പ്രേയസിൽ നിന്ന് നമ്മൾക്ക് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക തലത്തിലെ എൻജോയ്മെന്റ് എല്ലാം അതെല്ലാം ടെമ്പററി ആണ്, താൽക്കാലികമാണ് മനസ്സിലാക്കിയിട്ട് അത് നിർത്തിവെക്കണം. ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് അറ്റൈനിങ് ദ പെർമനന്റ് ഗുഡ് ശ്രേയസ്. അപ്പോഴേ നമുക്ക് ശ്രേയസ് സ്ഥലത്തിലേക്ക് വരാൻ പറ്റും. പ്യുവർ ലവ് ഓഫ് ഗോഡ് ആൻഡ് ലിബറേഷൻ ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്. Okay, so in the previous two verses, King Kulashekara has expressed himself emphatically, raising the arms and chanting as loudly as he can. He has learned the most precious secret of existence and does not wish to hide it. അപ്പൊ അദ്ദേഹത്തിന് അറിയുന്ന കാര്യം ഒരു സ്വാർത്ഥ മനസ്സില്ല, എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം എന്ന് പറഞ്ഞിട്ട് he wants to express it and distribute to everyone. എല്ലാവർക്കും കൊടുക്കാനുള്ള ആഗ്രഹം. He is so compassionate. That which is of such inestimable value, the mantra composed of the names of God, should not be kept secret. People should not be denied access to it, even if they seem unqualified. Once the Acharya Ramanuja was given a secret mantra by his guru, who told him that revealing it would be detrimental to his spiritual advancement. നമുക്ക് ആ സ്റ്റോറി അറിയാം അല്ലേ? But Ramanuja loudly chanted the potent mantra and
taught it to his pupil in general. When his guru asked him why he had done this, Ramanuja said that if the mantra was beneficial, then he wished to give it to everyone, even at the risk of going to hell. This mood is reflected in Lord Chaitanya and his Sankirtana movement, not considering who asked for it and who did not, and who is fit and who is unfit to receive. Chaitanya Mahaprabhu distributed the fruit of devoted service. അപ്പോൾ രാമാനുജാചാര്യരുടെ ഈ കാലം നമുക്കറിയാം. രാമാനുജാചാര്യരുടെ ഗുരു അദ്ദേഹത്തിന് ഒരു മന്ത്രം കൊടുത്തു. ആ മന്ത്രം സീക്രട്ട് മന്ത്രമാണ്. ആർക്കും ഉച്ചത്തിൽ പാടാൻ റിസൈറ്റ് ചെയ്യാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് നിങ്ങളുടെ അഡ്വാൻസ്മെന്റ് ഓഫ് സ്പിരിച്വൽ ലൈഫിന് ബാധിക്കും, അഡ്വേഴ്സലി ബാധിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഈ മന്ത്രം ചൊല്ലിയാൽ നമ്മളെല്ലാം ഉദ്ധരിക്കപ്പെടും. നമ്മളെല്ലാം ഇവിടുന്ന് മുക്തി കിട്ടിയിട്ട് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ശക്തിയുണ്ട് മന്ത്രത്തിൽ പറഞ്ഞപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? അത്രയും നല്ലൊരു മന്ത്രം ഞാൻ സ്വന്തം കൈവയ്ക്കാൻ പാടില്ല, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മലയുടെ മുകളിൽ പോയിട്ട് കയറിന്നിട്ട് ഇതിനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും ഇത് ചാൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തിനെ ശാസിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് രഹസ്യമായിട്ടുള്ള മന്ത്രം അങ്ങക്ക് മാത്രം തന്നിരിക്കുന്നതാണ്, ഇത് പബ്ലിക്കലി അനൗൺസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് തന്നെ ചെയ്തു? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇതുകൊണ്ട് എല്ലാവരും ഉദ്ധരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, എല്ലാവരും ഉദ്ധരിക്കപ്പെട്ടെ, ആ ഒരു മനസ്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിൽ എല്ലാവരോടും ഇത് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന് വളരെ സന്തോഷമായി. കാണിച്ചാൽ അത്രയും സെൽഫ്ലെസ് കമ്പേഷൻ ആയിട്ടുള്ളൊരു സോള്. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ മൂഡ്. ഇതാണ്. അതുകൊണ്ട് ഫ്രീലി, യോഗ്യത നോക്കിയിട്ടല്ല, യോഗ്യത ഉണ്ടോ ഇല്ല അതൊന്നും നോക്കാതെ ഇത് ഉച്ചത്തിൽ വിളിച്ച് പറയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് യോഗ്യത ഇല്ല. കലികാലത്തിൽ നമുക്ക് ഇതൊന്നും, അതിനുള്ള പ്യൂരിറ്റി നമുക്കില്ല, ഈ മന്ത്രങ്ങളൊന്നും. പക്ഷെ നമുക്കത് തരാനുള്ള ആ ഒരു എംപവർമെന്റ് ചൈതന്യ മഹാപ്രഭു ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വിത്തൗട്ട് സീയിങ് ദ ക്വാളിഫിക്കേഷൻസ് എല്ലാവർക്കും അത് കൊടുത്തു ഫ്രീ ആയിട്ട്. Not considering who asked for it and who did not, and who is fit and who is unfit to receive. Chaitanya Mahaprabhu distributed the fruit of devoted service. And a fruit ആണ്. ഒരു വൃക്ഷത്തില് അതിൻ്റെ ഏറ്റവും നല്ല ഇതെന്താണ് ഐറ്റംസ്, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് എന്താണ്? അതിന് വേരുണ്ട്, അതിന് തടിയുണ്ട്, ശാഖകളുണ്ട്, ചില്ലകളുണ്ട്, ഇലകളുണ്ട്, പുഷ്പങ്ങളുണ്ട്, അതേപോലെ ഫലങ്ങളുണ്ട്. അപ്പൊ ആ വൃക്ഷത്തിന്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ള ആ ഭാഗം ഏതാണ്? ഫ്രൂട്ട് അല്ലേ? ആ ഫ്രൂട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. വേരും തടിയും ചില്ലകളും ഇലയും പുഷ്പം എന്നല്ല, ഫ്രൂട്ട്. അതും ഫ്രൂട്ട് എങ്ങനത്തെ ഫ്രൂട്ടാ? കച്ചയല്ല, റൈപ്പൻഡ്. അത് പഴുത്തത് മാത്രമല്ല, അത് ഒരു തത്ത കൊത്തിയിട്ടുണ്ട് അല്ലേ? തത്ത കൊത്തിയാൽ എന്താണ് ആ ഫ്രൂട്ടിനൊരു പ്രത്യേകത? ഏറ്റവും മധുരം കൂടിയതേ തത്ത പോയിട്ട് കൊത്തുള്ളൂ അല്ലെ? അപ്പൊ ഏറ്റവും സ്വീറ്റസ്റ്റ്. അത് മാത്രമല്ല, അതിന് തൊലിയില്ല, അണ്ടിയില്ല. ആ ഫ്രൂട്ട് ഏതാണ്? ശ്രീമദ് ഭാഗവതം അല്ലെ? അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. Especially in the present age, most people do not have sufficient good karma to attain renunciation or higher intelligence. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ആ ഒരു കർമ്മം നമ്മളില്ല. അതായത് നമുക്ക് വൈരാഗ്യ ജീവിതവും അതേപോലെ നല്ല ബുദ്ധിയുമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. And yet every living entity being a pure spirit soul originally has all good qualities. ഒറിജിനലി നമുക്ക് ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? ആവരണപ്പെട്ടിരിക്കുന്നു, മായയാൽ ആവരണപ്പെട്ടിരിക്കുന്നു അല്ലെ? നമ്മളുടെ ഭൗതിക ആഗ്രഹങ്ങളാൽ ആവരണപ്പെട്ടിരിക്കുന്നു. The acharyas and preachers help conditioned souls bring out their dormant good qualities by inducing them to chant the holy names. അപ്പോൾ ഭക്തന്മാരും ആചാര്യന്മാരും ഗുരുജനങ്ങളും നമ്മളുടെ ആ ക്വാളിറ്റീസിനെ
പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മളെ അത് ചാൻഡ് ചെയ്യാനുള്ള ആ ഒരു യോഗ്യത നമുക്ക് തരുന്നു. Again and again, King Kulasekara recommends Harinama in the form of both congregational chanting, Sankirtana, and individual meditative chanting, Japa. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ഉച്ചത്തിൽ ചാൻഡ് ചെയ്യുന്ന എന്താണ്? സങ്കീർത്തന, കോൺഗ്രിഗേഷൻ. ഉച്ചത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചാൻഡ് ചെയ്യുന്നത് സങ്കീർത്തന എന്ന് പറയുന്നു. ഓക്കെ. ആൻഡ് ഇൻഡിവിജ്വൽ മെഡിറ്റേറ്റീവ് ചാൻഡിങ്, സോഫ്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് നമ്മൾ ചാൻഡ് ചെയ്യുക, നമ്മൾ കേൾക്കുക. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചാൻഡ് ചെയ്യുന്നത് ജപ എന്ന് പറയും. സോ ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഫോർ ചാൻഡിങ് ദ ഹോളി നെയിംസ് ഓഫ് ദ ലോർഡ്. ബട്ട് വാട്ട് ഈസ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, എസ്പെഷ്യലി ഇൻ ദിസ് ഏജ്, is that everyone must take part in calling on God by his innumerable names. അപ്പോൾ ഈ മന്ത്രം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്, ഹരേ കൃഷ്ണ മന്ത്രം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നിബന്ധനകളുമില്ല, ഒരു യമനിയമങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല. ആർക്കും, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാലയ്ക്കും ആർക്ക് വേണമെങ്കിൽ ഈ നാമം ഉച്ചരിക്കാം. എവിടെ വേണമെങ്കിലും, ഓസ്പീഷ്യസ്, ഇൻഓസ്പീഷ്യസ്, പ്യുവർ സ്റ്റേറ്റ്, ഇംപ്യുവർ സ്റ്റേറ്റ്, അല്ലെ? മറ്റേ മന്ത്രം നമ്മൾ ജപിക്കുമ്പോ എന്താണ്? അതിന് നിയമങ്ങളുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞ? ഓം അപവിത്ര പുത്രോവ സർവാവസ്ഥം ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സബാഹ്യാഭ്യന്തരസ്തു ശ്രീവിഷ്ണു ശ്രീവിഷ്ണു ശ്രീവിഷ്ണു, അല്ലെ? സബാഹ്യ അഭ്യന്തര ശുചി. എന്ത് ചൊല്ലുമ്പോ? പുണ്ടരീകാക്ഷന്റെ നാമം ചൊല്ലുമ്പോ. അപ്പൊ എല്ലാ അവസ്ഥയിലും, അല്ലെ, എല്ലാ അവസ്ഥയിലും, അത് പവിത്രമായിക്കോട്ടെ അപവിത്രമായിക്കോട്ടെ, ഭഗവാന്റെ നാമം കൊടുത്താൽ എല്ലാ അവസ്ഥയിലും ശുചി, അതായത് അത് ഓസ്പീഷ്യസ്, പ്യുവർ ആയിരിക്കും. ബാഹ്യം ആൻഡ് അന്തർ ആൻഡ് ബാഹ്യം, പുറത്തും അകത്തും എല്ലാം അത് പ്യുവർ ആയിരിക്കും. അതാണ് നമ്മള് ആചമനം, അതായത് ചെയ്തിട്ട് ചൊല്ലുന്ന മന്ത്രം. ഓം അപവിത്ര പവിത്രോവ സർവാവസ്ഥം ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തരേ ശുചി ശ്രീവിഷ്ണു ശ്രീവിഷ്ണു ശ്രീവിഷ്ണു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പ്യുവർ ആയിരിക്കണം എന്നില്ല. ഞാൻ പ്യുവർ ആയിരിക്കില്ല, സ്ഥലം പ്യുവർ ആയിരിക്കില്ല, പാരഫെർനാലിയ പ്യുവർ ആയിരിക്കില്ല. പക്ഷെ പുണ്ടരീകാക്ഷം, ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ അതെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. കാരണം അതിനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഞാൻ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്, സത്യയുഗത്തിലല്ല. സത്യയുഗത്തിലാണെങ്കിൽ അവർക്ക് ഇതെല്ലാം, അവർ ഓസ്പീഷ്യസ് ആയിരിക്കും, പ്യുവർ ആയിരിക്കും, പ്ലേസ് ഓസ്പീഷ്യസ് ആയിരിക്കും. അവിടെ മീറ്റ് ഈറ്റിങ്ങും ഇൻടോക്സിക്കേഷനും ഇല്ലിസിറ്റ് സെക്സും ഗാംബ്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ഒരുപാട് ഡിസ്ക്രപ്പൻസി ഉണ്ടായിരിക്കും, അല്ലേ? അതേപോലെ സ്ഥലം പ്യുവർ ആയിരിക്കില്ല, പാരഫെർനാലിയ പ്യുവർ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഉള്ളിലും പുറത്തും എല്ലാം പ്യുവർ ആയിരിക്കും. So there are no hard and fast rules for chanting the holy names of the Lord. But what is a hard and fast? What is a hard and fast rule, especially in this age, is that everyone must take part in calling on God by his innumerable names. ഭഗവാന്റെ ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിരിക്കുന്ന നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ കുലശേഖര ആൾവാര് നമുക്ക് പറഞ്ഞത് നിരന്തരം നാമജപം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൈതന്യ മഹാപ്രഭു അതന്നെ നമുക്ക് പറഞ്ഞെന്ന്, നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു പ്രത്യേക മന്ത്രം തന്നെ നമുക്ക് തന്നു, അല്ലെ? ഹരേ കൃഷ്ണ, ഹരി ഓം തത്സത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे, हरि हरि बोल.